ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ഫിലിമായ തണ്ടർബോൾട്ട് കണ്ടു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 35ാമത്തെയും ഫേസ് 5 ലാസ്റ്റ് മൂവി ആയിട്ടാണ് തണ്ടർബോൾട്ട് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഫാൽക്കണിന്റെയും സീരീസിന്റെ കണ്ടവർക്ക് ഇത് ഒന്നും കൂടി ഇതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെയും ഒരു കണ്ടിന്യൂഷനാണ് ഈ കഥ. പിന്നെ ഈ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാർവലിന്റെ ആ ഒരു ഫിലിം ടൈം ലൈനിൽ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പടമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അവര് കൂടുതൽ മാർവൽ എങ്ങനെയാണ് ഇത്രയും പോപ്പുലർ ആയത്, ആ പോപ്പുലർ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരേ സമയം സൂപ്പർ ഹീറോ മൂവി എന്ന രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ ഒരു കോറായിട്ടുള്ള തീം, സ്റ്റോറി, പെർഫോമൻസ് ഒക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അത് ഇതിലും വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. പ്രധാനപരമായിട്ടും ഈ കഥ കൊണ്ടുപോകുന്നത് ഫ്ലോറൻസ് പ്യൂ എന്ന അവതരിപ്പിച്ച മറ്റേ യെലേന എന്ന കഥാപാത്രത്തിന്റെയും ഒപ്പം അതിലേക്ക് ചെയ്യുന്ന ഈ തണ്ടർബോൾട്ട് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ മിസ്ഫിറ്റ്സ്ന്നോ ലൂസേഴ്സ്ന്നോ അങ്ങനെയൊക്കെയാണ് ഇതിൽ അവരെ റെപ്രസെന്റേറ്റ് ചെയ്യണത്. അവര് ഒരിക്കലും ഒരു ഗ്യാങ് ആയിട്ടോ ഒരു ഗ്രൂപ്പായിട്ടോ ചേരാൻ തീരുമാനിച്ചവരല്ല കഥയിൽ. അവർ അങ്ങനെ ആവേണ്ടി വന്നതാണ് കഥ സിറ്റുവേഷൻ കാരണം. അപ്പൊ അവരൊരു ഫോം ഓഫ് ഒരു എന്താ പറയാ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി ഇല്ലാത്ത എന്നാൽ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർ ഫോം ചെയ്യണം. ഇതിലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവരുടെ പ്രമോഷൻസിന്റെ ആയാലും ശരി, ട്രെയിലറിലായാലും ശരി, ടീസറിലായാലും ശരി, അവർ ഇതിന്റെ മെയിൻ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എത്തിയിട്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവർ റിവീൽ ചെയ്യണതും നമ്മളത് കാണുന്നതും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണതും. അത് വളരെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതില് ഫണ്ണുണ്ട്, ഇമോഷൻസ് ഉണ്ട്, നല്ല ആക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിലെ റെഡ് ഗാർഡിയനായിട്ട് അവതരിപ്പിച്ച ഡേവിഡ് ഹാർബറിന്റെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഫണ്ണാണ്. എന്നാ പിന്നെ ആൾക്ക് കുറച്ച് ഡെപ്ത് ഉള്ള റോളാണ്. യെലേനയാണ് മെയിൻ. യെലേനയുടെ കഥാപാത്രം ഫ്ലോറൻസ് തകർത്തേക്കാണൊന്നും പറയല്ല. അതായത് അവളുടെ ഒരു ഓസ്കാർ എന്ന കിട്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഓസ്കാർ നോമിനേഷനുള്ള ആ ഒരു നടിയുടെ കാലിബർ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സെബാസ്റ്റ്യൻ ഷാന്റെ വിന്റർ സോൾജർ കഥാപാത്രം ഉണ്ട്, കുറച്ച് പുതിയ കഥാപാത്രങ്ങളുണ്ട്, ആന്റിമാനിൽ വന്നിട്ടുള്ള ഗോസ്റ്റ് എന്ന കഥാപാത്രം ഉണ്ട്. ഒക്കെ വളരെ നല്ല മികച്ച രീതിയിൽ അവരതിന്റെ ആ കെമിസ്ട്രി, അതായത് അവർ തമ്മിലുള്ള ഒരു റൊമാൻസ് അത് വളരെ നല്ല രീതിയിൽ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും VFX ഏരിയ ആണെങ്കിലും കൂടുതലും അവർ പ്രാക്ടിക്കൽ സ്റ്റൺസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതും നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ എടുത്തു പറഞ്ഞ കാര്യം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. വളരെ ഒരു പ്രത്യേക സ്റ്റൈലിഷ് മ്യൂസിക് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഫാസ്റ്റ് പേസ്ഡ് ആണ്, 2 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് നമുക്കിത് നേരം പോകണമെന്ന് അറിയില്ല. പിന്നെ ഇതിന്റെ എൻഡിങ് ആണെങ്കിലും ശരി, ഇനി ഇതിന്റെ അടുത്തേക്കുള്ള ഒരു നല്ലൊരു പെർഫെക്റ്റ് എൻഡിങ് എന്നൊക്കെ പറയില്ലേ. ഇതിന് എന്താ വിളിക്കുക, ഇതിലേത് വില്ലൻ ആരാണ്? വില്ലനായിട്ട് അഭിനയിച്ചത് ലൂയിസ് എന്ന് പറഞ്ഞൊരു പുതിയ ആളാണ്. അയാള് വില്ലനെന്ന് വിളിക്കാൻ പറ്റും, നമുക്ക് പടം കണ്ടാൽ മനസ്സിലാവും. സ്പോയിലർ ആയതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇനി ഇതിന് ഏറ്റവും മാർവൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പടം കഴിഞ്ഞാലും നിങ്ങൾ ഇറങ്ങിപ്പോകരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പേര് എഴുതുന്ന അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യണം. വർത്തി ആയിട്ടുള്ള ഒരു എൻഡ് ക്രെഡിറ്റ് സീന് അവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുക. പടം നിങ്ങൾക്ക് മാർവൽ സിനിമാറ്റിക് ഫോളോ ചെയ്യുന്ന, അത് മാത്രമല്ല നല്ലൊരു സൂപ്പർ ഹീറോ മൂവി വിത്ത് മെസ്സേജ്, അങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്യുന്ന ആർക്കും ഈ പടം ഇഷ്ടപ്പെടാനാണ് ചാൻസ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ റേറ്റിംഗ് 9 ആണ്. അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.